അപ്പു എത്ര നന്നായി നോക്കിയിട്ടും നീ എന്താ അപ്പു നന്നാവാത്തത്? ഈ 2 ആഴ്ചയായിട്ട് നീ വല്ലാതങ്ങ് മെലിഞ്ഞും പോയി. വാ, വീട്ടിൽ 2 പേര് കാണാൻ വന്നേക്കുന്നു. വേഗം നടക്ക് ബാ. ഇതാള് ഇത് 40 ഉണ്ടോ? ഇത് 40 ഇല്ലല്ലോ രതീഷേ. ഇത് 40 ഇല്ല. നിങ്ങൾ നല്ലോണം നോക്കിയിട്ട് പറ. നല്ലോണം നോക്കിയിട്ടല്ലേ പറയുന്നത്? ഇത് 40 ഇല്ല. നമ്മള് ഇറച്ചിയില്ലെന്ന് 2 ദിവസം മുമ്പ് പറഞ്ഞതല്ലേ. അതിപ്പോ നമ്മളെ ഈ പോത്തിനെ കണ്ടില്ലല്ലോ. അപ്പൊ നമ്മള് അനിലിന്റെ വീട്ടിൽ ഇതിലും വലിയ പോത്തിനല്ലേ വാങ്ങിയേ. ഞങ്ങള് പൊന്നു പോലെ നോക്കി വളർത്തിയ പോത്താ. എല്ലാരും പൊന്നോലല്ലേ ചേട്ടാ വളർത്തുന്നത്? വിൽക്കാൻ വേണ്ടി തന്നെ അല്ലേ? ആര് പറഞ്ഞു? നീ ഒരു 35 കൊടുക്ക്, സെറ്റ് ആക്കണ്ട. 37 തരണം. ചെയ്യുന്നു 37 പറ്റിയ സാധനം ഇല്ലെന്ന്. എടുക്കല 37 അടങ്ങിയിരിക്കാൻ 37 കിട്ടണം ചേട്ടാ. 35 കൊടുക്കും. അതേ ഉള്ളത് 7 കിട്ടിയാലേ. 35. ഓക്കെ, ഒരു 1000 രൂപയെങ്കിലും തരണം. നമ്മള് വിൽക്കാൻ വേണ്ടിയല്ലേ മോളെ വളർത്തിയത്. നടക്കുന്നു. ഓ, ഇത് വരുന്നേ ഇല്ല. ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ പോത്തെ. ഇതോടാ പിടി വലിച്ചു കേട്ടടാ അങ്ങോട്ട്. ഇങ്ങോട്ട് ഞാൻ വിളിച്ചേ. ഇങ്ങോട്ട് വാടോ. ഇങ്ങോട്ട് വാടോ. ഇതിനൊന്നും കേട്ടടാ ഇങ്ങോട്ട്. നിങ്ങൾക്ക് പോത്തിനെ വണ്ടിയിലോട്ട് കയറ്റാൻ അറിയത്തില്ലോ. പയ്യെ വിളിച്ചാ മതി. അപ്പു ഇതിനെ എനിക്ക് മാത്രമായിട്ട് അറിയാവുന്നൊരു മർമ്മമുണ്ട്. പുറകെ വാലിന്റെ അടുത്ത് ഒരു കുത്തു കണ്ട. ഇതിന്റെ മർമ്മത്തോത്തി ഇപ്പൊ കയറിയത് കണ്ട. അവിടെ കെട്ട് അതിന്റെ ചവിട്ട് കിട്ടിയല്ലോ. മാറങ്ങോട്ട് മാറി പോത്ത് കയറിയത് കണ്ട. താനോടോ ആടോ എവിടെ? ഇതിനെവിടെ ഇറക്കണ്ട. എനിക്ക് മർമ്മം അറിയത്തില്ല. ഇങ്ങോട്ടോ തന്നെ വിളിച്ചോ ഇറക്കിട്ട് ഇവിടെ മാറ്റി കിടത്ത്. കാല് നോക്കണം, കാല് ചവിട്ടു. എന്താ മോളെ? അച്ഛൻ എന്നെയും പൊന്നുപോലല്ലേ വളർത്തുന്നത്? വലുതാകുമ്പോ എന്നെയും വിൽക്കുവോ? മോളെ